എന്നിൽ നിറയണമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എല്ലാവരും ചേർന്ന് ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവശക്തിയോടെ നിറയട്ടെ, ആത്മശക്തിയോടെ നിറയട്ടെ. പരിശുദ്ധാത്മാവ് ശക്തി അവിടെ വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളിൽ അഭിഷേകം വന്ന് നിറയട്ടെ. യുവതി യുവാക്കളിലേക്ക് കർത്താവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. തിന്മയുടെ സ്വാധീന വലയങ്ങളിൽ തീഷ്ണതയില്ലാത്ത ആത്മാക്കളിലേക്ക് ആത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ദമ്പതികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. സാമ്പത്തിക ജീവിതങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. കർത്താവേ, സമർപ്പിതരെ നീ അവിടുന്ന് കാണണമേ. സഭയെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. നിന്റെ കരം ഈ സമയം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സകല വ്യക്തിയുടെ മേൽ അവിടെ നീട്ടി പിടിക്കണമേ. നിന്റെ ആശീർവാദത്തിനായി, അനുഗ്രഹത്തിനായി നിന്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ നീ അവിടുന്ന് കാണണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ആത്മാവ് അങ്ങയോട് ചേർന്ന് നിൽക്കുന്നു. അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ, യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച്. യേശുവേ ആരാധന. അബ്രാഹത്തെ പോലെ ആരാധിച്ച്. യേശുവേ ആരാധന. ഇസഹാക്കിനെ പോലെ ആരാധിച്ച്. യേശുവേ ആരാധന. യാക്കോബിനെ പോലെ ആരാധിച്ച്. യേശുവേ ആരാധന. പൂർവ്വപിതാക്കന്മാരെ പോലെ ആരാധിച്ച്. യേശുവേ ആരാധന. പ്രവാചകന്മാരെ പോലെ ആരാധിച്ച്. യേശുവേ ആരാധന. രക്തസാക്ഷികളെ പോലെ ആരാധിച്ച്. യേശുവേ ആരാധന. പുരോഹിത ഗണത്തെ പോലെ ആരാധിച്ച്. യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയെ പോലെ ആരാധിച്ച്. യേശുവേ ആരാധന. സകല വിശുദ്ധരോടുമൊത്ത് ആരാധിച്ച്. യേശുവേ ആരാധന. മാലാഖമാരോടൊപ്പം ആരാധിച്ച്. യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ആരാധിച്ച്. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനം. തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കുവാൻ അയക്കപ്പെടുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിനുമായി അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. യേശു തന്റെ ശിഷ്യത്വത്തിലേക്ക് ഓരോ മക്കളെയും വിളിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? തന്നോടുകൂടെ ആയിരിക്കുവാൻ, 2 പ്രസംഗിക്കുവാൻ, 3 പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി. തന്നോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തു ശിഷ്യന്റെ ഏറ്റവും പ്രഥമമായ ധർമ്മം എന്നുള്ളത്. പലപ്പോഴും ഒന്നാമത്തെ കർത്തവ്യം വിട്ടുകഴിഞ്ഞ് 2-3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാ നമ്മുടെ ശുശ്രൂഷ ജീവിതമെല്ലാം മന്ദീഭവിച്ചു പോകുന്നതും ക്ഷീണിച്ചു പോകുന്നതും തളർന്നു പോകുന്നു. എന്നാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വിളിച്ചിരിക്കുന്ന തന്നോട് കൂടെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ
എങ്ങനെയാണ് യേശുവിനോട് കൂടെയായിരിക്കുക? നമുക്കൊക്കെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ക്രമമുണ്ട്. ഒരു സമർപ്പിതനാണ്, വൈദികനാണ്, സന്യാസിയാണെങ്കിൽ ആ വ്യക്തി പറയും, എല്ലാവരും ചാപ്പലിൽ വരുന്നേക്കാൾ മുമ്പ് ഞാൻ ചാപ്പലിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദിവസവും 2 നേരം ആത്മശോധനയുണ്ട്. അതുപോലെ തന്നെ 2 നേരം ഞാൻ ധ്യാനിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുന്നു, വചനം വായിക്കുന്നു, കരുണക്കൊന്തി എല്ലുന്നു, ആഴ്ചയിൽ 1 ദിവസം ഉപവസിക്കുന്നു. ഇതുപോലെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരുപാട് ചട്ടക്കൂടുകൾ നമുക്ക് പറയാറുണ്ട്. ഇതുപോലെ തന്നെ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി പറയും, ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട്, എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, എൻ്റെ മക്കളെ ആത്മീയ കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നു, കുടുംബ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിലുണ്ട്, സാധിക്കുമ്പോഴെല്ലാം ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം വായിക്കുന്നു. ആ വ്യക്തിക്കും ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ചട്ടയുണ്ട്, ക്രമമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് തന്നോട് കൂടെ ആയിരിക്കുക എന്നതുകൊണ്ട് യേശു ഉദ്ദേശിച്ചിരിക്കുന്നത്? ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞു, തന്നോടുകൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, ജപമാല ചെല്ലുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല ഒരു ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ശിഷ്യന്റെ ജീവിതം, യേശുവിൻ്റെ ജീവിത ശൈലി, യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ മനോഭാവം നമ്മിലേക്ക് പകരപ്പെടുന്നതാണ്, അല്ലെങ്കിൽ താതാത്മ്യം പ്രാപിക്കുന്നതാണ്. ഇത് എൻ്റെ ഉള്ളിൽ രൂപം കൊള്ളുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ യേശുവിൻ്റെ ശിഷ്യനായി തീരുകയുള്ളൂ, തന്നോടുകൂടെ ആയിരിക്കുകയുള്ളൂ. അല്ലാതെ പള്ളി വന്ന് ഫാൻ്റെ ചോട്ടിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് തന്നോടുകൂടെ ആയിരിക്കലാവില്ല പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ മനോഭാവം, അത് നമ്മുടെ ജീവിതവുമായി, ജീവിത ശൈലിയുമായി താതാത്മ്യപ്പെടുമ്പോൾ ഒരു ക്രിസ്തു ശിഷ്യനായി ഞാനും നിങ്ങളുമെല്ലാം മാറുക എന്നുള്ളത്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, യേശുവിൻ്റെ ശിഷ്യത്വത്തിന് നമ്മോട് ആവശ്യപ്പെടുക യേശുവിൻ്റെ ജീവിത ശൈലി നമ്മൾ ഓരോരുത്തരും രൂപപ്പെടുത്തണം എന്നുള്ളത്. യേശുവിൻ്റെ ജീവിത ശൈലി തന്നോടുകൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചലനാത്മകമായ ഒരു ജീവിതമായിരുന്നു. അല്ലാതെ ഞാൻ ചാപ്പലിൽ വന്നിരിക്കുന്നു മാത്രമല്ല, ഒരു ജീവിത ശൈലി തന്നെയായിരുന്നു. യേശുവിനെ എപ്പോഴും പിതാവുമായുള്ളൊരു ഗാഢബന്ധം യേശു പുലർത്തിയിരുന്നു. അതാണ് നമ്മൾ വചനം കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാം തിരുവചനം, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. യേശു പിതാവിനെ പറ്റി കണ്ടത് സംസാരിക്കുന്നു. ആ പിതാവുമായിട്ടൊരു ഗാഢബന്ധം, ഒരു ചലനാത്മകമായ ബന്ധം യേശു സ്വായത്തമാക്കിയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എൻ്റെ അയച്ചവൻ്റേതത്രേ. യേശുവിന് പറയാനുള്ളത് എപ്പോഴും എന്താ? ആ പിതാവുമായുള്ള ഗാഢബന്ധം. ഞാൻ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് പ്രസംഗിക്കുന്നത്, എൻ്റെ അല്ല, ഞാനും എൻ്റെ പിതാവുമായി ഒന്നായി തീർന്നതിൻ്റെ ഞാൻ പ്രസംഗിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എൻ്റെ അയച്ചവൻ്റേതത്രേ. വീണ്ടും കാണാൻ സാധിക്കും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാം തിരുവചനം, ഞാൻ തന്നെയെന്നും ഞാൻ സമയത്തെ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ കണ്ടത് എന്താ? എൻ്റെ സ്വന്തമല്ല, എൻ്റെ പിതാവ് എന്നെ അയച്ചതാണ്. നമ്മൾ ട്രിനിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ പൗരസ്ത്യ പിതാക്കന്മാർ പറഞ്ഞു തരുന്നുണ്ട്, പുത്രൻ പിതാവിലേക്കും പരിശുദ്ധാത്മാവിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവ് പിതാവിലേക്ക് പുത്രനിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പിതാവ് പുത്രനിലേക്കും പരിശുദ്ധാത്മാവിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു ചലനാത്മകത അവിടെ നാം കാണുക. ഇതുപോലെ തന്നെ ഹൃദയത്തിലേക്ക്, പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് ഓരോ വ്യക്തികളും ചലിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശുവിന് ജീവിതത്തെ കാണിച്ചു തരുന്ന തന്നോട് കൂടെ ആയിരിക്കൽ എന്നുള്ളത്. യേശുവിനെ പറയാം, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥനാ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു ചലിച്ചുകൊണ്ടിരിക്കൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ളതാണ്.
പലപ്പോഴും യേശുവിൻ്റെ ജീവിതം ആ കാലഘട്ടത്തിൽ ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ ആരാരും തിരിഞ്ഞു നോക്കാത്തവർ, പാവപ്പെട്ടവർ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ അവരോടൊക്കെ ചേരലായിരുന്നു. യേശുവിന്റെ ജീവിതം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 10-ാം തിരുവചനം, യേശു അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിരുന്നു എന്ന്. യേശു ഭക്ഷണത്തിരുന്നപ്പോൾ യേശുവിന്റെ കൂടെ ഭക്ഷണത്തിനിരിക്കാൻ ആരാ ഉണ്ടായിരുന്നേ? കുറെ ചുങ്കക്കാരും പാപികളും. ആ കാലഘട്ടത്തിൽ ആർക്കും തന്നെ യേശുവിന്റെ ജീവിതം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ ഭക്ഷണത്തിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയാ? സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികൾ, പ്രമാണികളായ വ്യക്തികൾ, സമൂഹത്തിൽ സ്ഥാനവും മാനവുമുള്ള വ്യക്തികളാ. എന്നാൽ യേശു ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശുവിന്റെ ചുറ്റുമിരുന്നവരാരാ? ചുങ്കക്കാര്, പാപികളായ വ്യക്തികൾ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാം തിരുവചനം പറയുന്നു, മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. യേശു തന്നോടുകൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിതാവിന്റെ സന്നിധിയിലേക്കുള്ള ഒരു ചലനാത്മകതയാ, അല്ലാതെ ഒരു വസ്തുവായിട്ടിരിക്കുകയല്ല. ഈ ചലനാത്മകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. യേശുവിന്റെ ബന്ധങ്ങൾ കാണാൻ സാധിക്കും. യേശുവിന്റെ ബന്ധങ്ങൾ സമൂഹത്തിലെ പാപികളോടും ചുങ്കക്കാരുടെ സ്നേഹിതനായ മനുഷ്യൻ എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ഒരു വ്യക്തി യേശുവിന് ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ, അവന്റെ മനോഭാവം, അവന്റെ വ്യക്തിത്വം സ്വീകരിക്കുമ്പോൾ നമുക്കും ഉണ്ടാക്കിയെടുക്കേണ്ടതും നമ്മുടെ ഉള്ളിൽ വളരേണ്ടതും ഇതാ. യേശുവിനെ കുറിച്ച് പറഞ്ഞു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. അവന്റെ അടുക്കിലേക്ക് ചുങ്കക്കാരൻ വന്ന, പാപികൾ വന്ന, അവർക്കറിയാം യേശു ഞങ്ങളെ ഒരിക്കലും അവഗണിക്കില്ല, യേശു ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയില്ല, യേശുവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നുള്ളത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നു, ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. ചുങ്കക്കാരനായ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നിരിക്കുക. ചുങ്കക്കാരനായ സക്കേവൂസ്, അവനെ വിളിച്ചിട്ടാണോ യേശു ആ ഭവനത്തിലേക്ക് വന്നത്? യേശുവിന്റെ ജീവിത ശൈലി ഒന്ന് മനസ്സിലാക്ക്. യേശുവിനെ ആ ചുങ്കക്കാരനായ മനുഷ്യൻ വിളിച്ചിട്ടല്ല വരുന്നേ, മറിച്ച് യേശു പറയുക, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് വരുന്നു. യേശു സ്വമേധ ആ കുടുംബത്തിലേക്ക് കടന്നു വരിക. ചുങ്കക്കാരനായ വ്യക്തിയുടെ വീട്ടിലേക്ക്, പാപിയായ മനുഷ്യന്റെ വീട്ടിലേക്ക് യേശു കടന്നു വരിക. ഇതാണ് യേശു തന്നോടുകൂടി ആയിരിക്കുക എന്നതിൻ്റെ ചലനാത്മകത നമുക്ക് പറഞ്ഞു തരുന്നേ. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കണം, ശിഷ്യത്വത്തിൽ നമ്മൾ പരിശോധിക്കണം. നമ്മൾ ആരോഗ്യ സമൂഹത്തിൽ ഒഴിവാക്കിയിരിക്കുന്നത്, പുറത്താക്കിയിരിക്കുന്നത്, സ്ഥാനം കൊടുക്കാതിരിക്കുന്നവർ. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഓരോ ക്രിസ്തു ശിഷ്യന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത്. വീണ്ടും യേശുവിന്റെ ജീവിതത്തിൽ കാണുക. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. അവിടെ നഷ്ടപ്പെട്ടു പോയ ആടിനെ കുറിച്ച് പറയുന്നു, നഷ്ടപ്പെട്ടു പോയ നാണയത്തെ കുറിച്ച് പറയുന്നു, അതുപോലെ ധൂർത്തപുത്രനെ കുറിച്ചും അവിടെ തിരുവചനം പറയുക. എന്നാൽ 1-2 തിരുവചനങ്ങൾ പറയുകയാണ്, ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്ക് കേൾക്കാൻ അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് യേശുവിന്റെ ജീവിതം കാണിച്ചു തരിക. നമ്മെക്കുറിച്ചും സമൂഹം പറയണം. ഒരു ക്രിസ്തു ശിഷ്യനെ കുറിച്ച് സമൂഹം പറയണം, വൈദികനെ കുറിച്ച് സമൂഹം പറയണം, സിസ്റ്റേഴ്സിനെ കുറിച്ച് സമൂഹം പറയണം, ശിഷ്യത്വത്തിലേക്ക് വിളിച്ചിരിക്കുന്ന ഓരോ ക്രിസ്തു ശിഷ്യനെ കുറിച്ചും സമൂഹം പറയണം. ഇവൻ പാവപ്പെട്ടവരുടെ അച്ഛനാ, ഇവൻ സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ അച്ഛനാ, അല്ലാതെ സമൂഹത്തിൽ ഉയർന്നവരുടെയും സമ്പന്നരുടെയും പ്രമാണിമാരുടെയും അല്ല. യേശുവിൻ്റെ ജീവിതശൈലി പുലുകുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു അവസ്ഥയാണ്
അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആയിത്തീരേണ്ട അവസ്ഥയാണ് ഇത്. വീണ്ടും യേശുവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. യേശുവിൻ്റെ പഠനങ്ങളുടെ പ്രത്യേകത എന്താ? യേശുവിൻ്റെ പ്രബോധനങ്ങളൊക്കെ ഒരുപക്ഷേ ഒരു ആശാരിയായ മനുഷ്യൻ തൻ്റെ ശിഷ്യന്മാരായ മുക്കുവരോട് പറയുന്നതാ. സാധാരണക്കാരൻ്റെ ഭാഷയാ യേശുവിൻ്റെ ഭാഷ. അവർക്കൊക്കെ മനസ്സിലായി. അവരൊക്കെ അവൻ്റെ പ്രബോധനം കേട്ട് വിസ്മയപ്പെട്ടു എന്നുള്ളതാ. സാധാരണക്കാരൻ്റെ ഭാഷയാ യേശുവിന് പറയാനുള്ളത്. ഈ ചുങ്കക്കാരുടെ മുമ്പിലും പാപികളുടെ മുമ്പിലും വേശ്യകളുടെ മുമ്പിലും യേശു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രബോധനം അവിടെയൊക്കെ ഹൃദയങ്ങളെ സ്പർശിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് യേശുവിൻ്റെ അടുത്തൊരു പ്രത്യേകത. തന്നോടുകൂടി ആയിരിക്കുക. ആ പിതാവുമായി ഒന്നായി തീർന്നപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ മറ്റു മനുഷ്യരെ രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും സൗഖ്യത്തിലേക്കും നയിച്ചു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 27-28 തിരുവചനങ്ങൾ കാണാൻ സാധിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണ്ടുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. അവരുടെ നീപജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. യേശുവിൻ്റെ പ്രബോധനം ഒരു ആശാരിയായ യേശു ആരോടാ സംസാരിച്ചത്? സാധാരണക്കാരായ ജനത്തോട്. പക്ഷെ ആ ജനത്തിൻ്റെ ഹൃദയങ്ങളെ സ്പർശിക്കുക. അവിടെ നീപജ്ഞരെ പോലെയല്ല യേശു സംസാരിച്ചത്, അധികാരമുള്ളവനെ പോലെയാണ് യേശു സംസാരിച്ചത്. അവൻ്റെ വാക്കുകളിൽ പോലും ആ ശക്തി ഉണ്ടായിരുന്നു. ഒരു വ്യക്തി ഈ യേശുവുമായി ഒന്നായി തീരുമ്പോൾ ആ വ്യക്തിയുടെ വാക്കുകളിൽ പോലും ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്. ഒരു കുടുംബത്തിൽ അഭിഷേകമുള്ള അപ്പൻ, അഭിഷേകമുള്ള അമ്മ. ഈ അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസം വേണമെന്നില്ല, ഈ അപ്പന് വലിയ വിദ്യാഭ്യാസ കഴിവ് വേണമെന്നില്ല. ഈ അപ്പൻ തമ്പുരാനോട് ചേർന്നിരിക്കുന്ന ഒരു അപ്പനാണെങ്കിൽ ഈ അപ്പൻ്റെ വാക്കുണ്ടല്ലോ മക്കൾ ശ്രമിക്കും. ഇന്ന് കുടുംബത്തിൽ എന്താ പ്രശ്നം എന്നറിയോ? 3 എണ്ണമുള്ളൂ. അശോക സ്തംഭത്തിൻ്റെ തല പോലെയാ. സിംഹത്തിൻ്റെ ഒരു തല ഇങ്ങോട്ട്, ഒരു തല ഇങ്ങോട്ട്, ഒരു തല ഇങ്ങോട്ട്. കുടുംബത്തിൽ 3 എണ്ണമുള്ളൂ. എന്താ ഇതുപോലത്തെ അവസ്ഥ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, തന്നോട് കൂടി ആയിരിക്കുക. ഈ അപ്പൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അമ്മയുടെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ വാക്കുകൾക്ക് ശക്തിയില്ലാതെ പോകുന്നത്. അഭിഷേകമുള്ള എത്രയോ അപ്പന്മാരുടെ വാക്കുകൾ മക്കളൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ അടുക്കൽ 28 വയസ്സായ ഒരു മകൻ വന്നിട്ട് പറയുക, അച്ഛാ, എനിക്ക് ഇപ്പോഴും എൻ്റെ അപ്പനെ പേടിയാ. ഞാൻ ചോദിച്ചു, മോനെ, ഇപ്പോഴും നിന്നെ അപ്പൻ തല്ലോ? ആ സമയത്ത് ആ മകൻ പറഞ്ഞതാ, അല്ല അച്ഛാ, ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ പല അച്ഛന്മാരും വന്നു പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അപ്പൻ നിൽക്കുന്ന സ്ഥലത്തിനോ സ്ഥാനത്തിനോ ഒരു മാറ്റവും വന്നിട്ടില്ല. പുലർച്ചെ 5:30 മണിയുണ്ടോ, എൻ്റെ അപ്പൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അളഞ്ഞിട്ടുണ്ട്. അപ്പൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഈ മകൻ്റെ ഉള്ളൊരു ഭയ, അതെവിടെ നിന്ന് ഉത്ഭവിക്കുന്ന? കണ്ടോ പ്രിയപ്പെട്ടവരെ, അഭിഷേകമുള്ള അപ്പൻ, അഭിഷേകമുള്ള അമ്മ കുടുംബത്തിലുണ്ടാവട്ടെ. അഭിഷേകമുള്ള വൈദികര് സമർപ്പിതരുണ്ടോ, ആ ഇടവ സമൂഹത്തിൽ അതിൻ്റെതായ കൃപയൊഴുകും എന്നുള്ളതാണ്. യേശുവിൻ്റെ പഠനങ്ങൾ, യേശുവിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേട്ടോ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം തിരുവചനം പറയുകയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നമ്മൾ പറയും, സമ്പന്നരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നാൽ യേശുവിൻ്റെ പഠനം അങ്ങനെയല്ല. ദാരിദ്ര്യമുണ്ടോ, ദാരിദ്ര്യ ശാപമാണെന്ന് വിശ്വസിച്ച ഒരു സമൂഹത്തോട് യേശു പറയുന്നത്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നു, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. നമ്മൾ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. വീണ്ടും കാണാൻ സാധിക്കും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം തിരുവചനം, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും
എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മുടെ ബുദ്ധിക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നാ പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തു ശിഷ്യന് അവിടുന്ന് യേശുവിൻ്റെ പ്രബോധനം പറഞ്ഞു തരിക. ഇത് സാധാരണക്കാരായ ജീവിതങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പിതാവുമായി ഗാഢബന്ധം പുത്രനായ യേശു പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ സമയത്ത് പിതാവുമായൊരു ഗാഢബന്ധം പുലർത്തിയ ഈശോയുമായൊരു ഗാഢബന്ധം നമുക്കുണ്ടാവണം. ഒരു ചലനാത്മകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പിതാവിന്റെ ഹൃദയത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന പുത്രനെ പോലെ, പുത്രനിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകനായി മകളായി ഈ സമയം കർത്താവിനെ ആരാധിക്കാം. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച മക്കളെ, യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, ഒരുപക്ഷെ ഒരുപാട് നാളുകളായി പ്രാർത്ഥനയിൽ തീഷ്ണതയില്ലാത്ത അവസ്ഥ, പ്രാർത്ഥന മന്ദീഭവിച്ചു പോയിരിക്കുന്ന അവസ്ഥ, ആത്മീയ മന്ദത ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കർത്താവിന്റെ ശരീരം നീ ഇന്ന് നിൽക്കുന്നു. കർത്താവ് നിന്നെ കൈവിട്ടിട്ടില്ല. ഒരു പുതിയ ജീവിതം കർത്താവ് തരാൻ ആഗ്രഹിക്കുക. നാളെ നാളെ എന്ന് പറഞ്ഞ് നീ മാറ്റിവെക്കരുത്. ഇത് കർത്താവിന്റെ സമയമാ, കർത്താവിനോട് കൂടെയായിരിക്കുന്ന സമയമാ. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, അധരം തുറന്നൊന്ന് വിളിച്ച്, ഹൃദയം തുറന്നൊന്ന് വിളിച്ച്. 63 സങ്കീർത്തനം 8 തിരുവചനം പറയുന്നു, എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി, എന്റെ ആത്മാവ് കർത്താവിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവട്ടെ. യേശുവേ യേശുവേ എന്ന് വിളിച്ചോ, അധരം തുറന്നെന്ന് വിളിച്ചോ, ഹൃദയം തുറന്നെന്ന് വിളിച്ചോ, ഇരു കരമുയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമേ, നിത്യവും ആരാധന. ഞങ്ങളിൽ വന്നു നീ നിറയണമേ, നിൻ കൃപ ചൊരിയണമേ. ദാഹത്തോടുകൂടി വിളിച്ചേ, ഞങ്ങളിൽ വന്നു നീ നിറയണമേ, നിൻ കൃപ ചൊരിയണമേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ, അവിടെ നിനക്ക് വഴി തെളിച്ചു തരും. ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങളെ ഞങ്ങൾ പരിശോധിക്കുക. ആത്മീയ ജീവിതത്തിനൊരു ചലനാത്മകത ഞങ്ങൾക്ക് തരണമേ. യേശു തന്റെ ജീവിതം പാവപ്പെട്ടവരോടുകൂടെ, ചുങ്കക്കാരോടുകൂടെ അവനെ കുറിച്ച് പറഞ്ഞു, അവൻ പാവപ്പെട്ടവരുടെ ചുങ്കക്കാരുടെ സ്നേഹിതനാ. ഈ കാലഘട്ടത്തിൽ കർത്താവേ, പാവപ്പെട്ട മനുഷ്യരോട് ചേരാൻ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട മനുഷ്യരോട് ചേരാൻ കർത്താവേ നീ എനിക്കൊരു കൃപ തരണമേ. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ചലനാത്മകതയില്ലാത്ത അവസ്ഥയാണ്. യേശുവിനെ പോലൊരു ചലനാത്മകതയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം, പിതാവുമായി ഒന്നായി തീരുന്നൊരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് തരണമേ. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് ആശീർവദിക്കുന്ന സമയമാ, കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ നമ്മോട് കൂടെ